ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ചിന്ത കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തുന്നത് എഫോദിൻ്റെ അങ്കി, ബ്ലൂ റോബ്, നീല അങ്കിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രധാനമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് ആ നീല അങ്കിയുടെ പ്രാധാന്യത? ഇന്ന് രാത്രി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം എഫോദ്. നോട്ട് ചെയ്താട്ട്, എഫോദ്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എഫോദ്. നമുക്കെല്ലാവർക്കും വേദപുസ്തകം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം എടുത്താട്ട്. എക്സോഡസ് ചാപ്റ്റർ 28, പുറപ്പാട് 28-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, 6 മുതൽ പ്രധാനമായിട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചാട്ട്. വി ആർ ഗോയിങ് ടു റീഡ് ഫ്രം എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 6 to 12. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വായിച്ചാട്ട്. വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ ആ ഭാഗങ്ങൾ വായിപ്പാനായിട്ട് ഓർപ്പിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കണം. നമ്മൾ ഒരുമിച്ച് എഫോദ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. പിക്ചർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം. നമ്മൾ കണ്ടു മഹാപുരോഹിതൻ്റെ വസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിക്ക് പുറത്ത് താൻ ധരിക്കുന്നതായിരിക്കുന്ന നീല നൂൽ കൊണ്ടുള്ള കുപ്പായം, അത് പഞ്ഞിനൂൽ പോലെ കംപ്ലീറ്റ്ലി മൂടുന്നതല്ല എങ്കിലും തൻ്റെ ശരീരത്തെ ആകമാനം മൂടുന്ന ഒന്നാണ് നീലക്കുപ്പായം. അതിന് മുകളിൽ ധരിക്കുന്ന അങ്കിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് എഫോദ്. എഫോദ് എന്ന് പറയും. നിങ്ങൾ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് പ്രധാനമായിട്ട് 5 വിധ മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കപ്പെട്ടത്. 1 പൊന്ന്, 2 നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞനൂൽ. ഇപ്രകാരമുള്ള 5 വസ്തുക്കൾ കൊണ്ടാണ് ഈ എഫോദ് പണിയപ്പെട്ടത്. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. എഫോദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരൊറ്റ പീസല്ല. പിന്നെയോ ഇതിൻ്റെ തോള് ഭാഗത്ത് കടന്നു വരുമ്പോൾ ആ തോള് ഭാഗത്ത് 2 പീസായിട്ട് 2 തമ്മിൽ ഇണച്ചു വെച്ചിരിക്കുകയാണ്. തോളിലാണ് അതിൻ്റെ ജോയിൻസ് വരുന്നത്. ആ തോൾ ഭാഗത്തെ ജോയിൻസ് എഫോദിൻ്റെ 2 ഭാഗവും അഥവാ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അത് ഇണച്ചു വെച്ചിരിക്കുകയാണ്. അത് നൂൽ കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ആ ഇണപ്പിൻ്റെ മുകളിൽ ഒരു പൊന്നുകൊണ്ട് ഒരു പൊന്തളമുണ്ട്. ആ പൊന്തളത്തിൽ വെച്ചിരിക്കുന്ന 2 കല്ലുകൾ ഇടതും വലതുമായിട്ട് അഹരോന്റെ തോൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന 2 കല്ലുകൾ, അതാണ് ഗോമേദക കല്ലുകൾ. ഈ 2 കല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളുടെ ജനനക്രമത്തിൽ അഥവാ അവർ ജനിച്ച ലെവലിന് അനുസരണമായിട്ട് ആര് ജനിച്ചുവോ ആ ജനനക്രമത്തിൽ ഒരു കല്ലിൽ ഇസ്രായേൽ മക്കളുടെ 6 ഗോത്രങ്ങളുടെ പേരും മറ്റേ കല്ലിൽ ഇസ്രായേൽ മക്കളുടെ മറ്റ് 6 ഗോത്രങ്ങളുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. ഇവിടെ പറയപ്പെടുന്നത് ഈ എഫോദ് എന്നുള്ള ഈ അങ്കി ബാക്ക് സൈഡ് 2 പീസാണ്. എന്നാൽ അതിൻ്റെ ആക്ച്വലി ഇത് വാസ്തവത്തിൽ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എഫോദിൻ്റെ അങ്കി ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് പോലെ കിടക്കുന്ന ഒരു അങ്കിയാണ്. കാരണം ഇതാണ് ടോപ്പിൽ കിടക്കുന്ന അഹരോൻ ധരിക്കുന്ന വസ്ത്രം. ഇതിൻ്റെ പുറത്ത് ന്യായവിധി പതക്കമെന്ന് പറഞ്ഞ് 1 ചാൺ നീളം 1 ചാൺ വീതിയുള്ളതായിരിക്കുന്ന ഒരു ന്യായവിധി പതക്കമുണ്ട്. അതൊരു പോക്കറ്റ് പോലെ ഈ എഫോദിനോടുകൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഈ പിക്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എഫോദ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്ത്രമാണ്. അഹരോന്റെ പ്രധാനപ്പെട്ട വസ്ത്രങ്ങൾ ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്ത്രമാണ് എഫോദ് എന്ന് പറയുന്നത്. ഈ എഫോദ് എന്ന് പറയുന്നത് 2 പീസ്, അത് താഴോട്ട് 2 പീസ് എന്നല്ല, തൻ്റെ ചുമൽ കണ്ടങ്ങളിലാണ് ഇത് 2ഉം കൂടെ ഒരുമിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ ചുമൽ കണ്ടങ്ങളിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ആ യോജിപ്പിൽ അതിന് ഒരു പൊന്തടമുണ്ട്. ആ തടത്തിൽ അവിടെ ഒരു പൊന്നുകൊണ്ട് ഒരു തടമുണ്ടാക്കി ആ തടത്തിൽ 2 കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഗോമേദക കല്ലും മറ്റേ സൈഡിൽ ഗോമേദക കല്ലും. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ജനനക്രമത്തിൽ
ജനനക്രമത്തിൽ ഒരു കല്ലിൽ 6 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരും മറ്റേ കല്ലിൽ മറ്റുള്ള 6 ഗോത്രങ്ങളുടെ പേര്, ഇങ്ങനെ 12 ഗോത്രങ്ങളുടെ പേരുകൾ അഹരോൻ തൻ്റെ ചുമലിൽ വഹിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ആവശ്യം എന്നാണ്? വായിച്ചിട്ട് ഒരിക്കൽ കൂടെ 12ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നു. വേഴ്സ് 12, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. നെക്സ്റ്റ്, അഹരോൻ യഹോവയുടെ മുൻപാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തൻ്റെ 2 ചുമലിന്മേൽ വഹിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, അഹരോൻ എന്നുള്ള മഹാപുരോഹിതൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ്. നിങ്ങൾക്കറിയാം, ധൂപപീഠം കഴിക്കുന്ന ധൂപപീഠത്തിൻ്റെ മുൻപിലാണ് അഹരോൻ എന്നുള്ള പുരോഹിതൻ നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിന് സൗരഭ്യവാസന അർപ്പിക്കുമ്പോൾ, ദൈവത്തിന് സുഗന്ധവാസന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഹരോൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ തൻ്റെ ചുമലിൽ അഹരോൻ വഹിക്കണം. എന്തിനാ വഹിക്കുന്നത്? അഹരോൻ ഈ 12 പേരെയും ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളെയും അഹരോൻ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ അഹരോന്റെ ചുമൽ കണ്ടങ്ങളിൽ ഈ 12 ഗോത്രങ്ങളെ വഹിച്ചുകൊണ്ടാണ് അഹരോൻ നിൽക്കുന്നത്. എന്തിനാ നിൽക്കുന്നത്? ദൈവം അവരെ ഓർമ്മയ്ക്കുമാക്കണം. അത് ഓർമ്മയ്ക്കായി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ എഫോദ്, എന്താണ് ഈ ചുമൽക്കണ്ടങ്ങൾ എന്നുള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് ചിന്തിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കും. നമ്മൾ എഫോദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമുണ്ട് എഫോദ്. പഴയ നിയമത്തിൽ നമ്മൾ ധാരാളം കാണുന്ന ഒരു വേർഡാണ് എഫോദ്. എഫോദിനെ പ്രധാനമായിട്ട് 2 രീതിയിലാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റ് വി ക്യാൻ സീ ഇൻ 2 ഡിഫറെന്റ് വേസ് ഓഫ് എഫോദ്. എഫോദിനെ 2 പ്രത്യേകമായ രീതിയിലാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത്. ഒന്ന്, ആസ് എ ഡ്രസ്, ഒരു വസ്ത്രമായിട്ട്. ഒന്ന് നോട്ട് ചെയ്താട്ട്, ആസ് എ ഡ്രസ്, ആസ് എ ഗാർമെന്റ്. 2, ആസ് ആൻ ഇമേജ്, ഒരു രൂപമായിട്ട്. എഫോദ് പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ എഫോദിനെ 2 പ്രത്യേകമായ രീതിയിലാണ് കാണുന്നത്. ഒന്ന്, ഒരു വസ്ത്രമായിട്ട് നമ്മൾ കാണുന്നു. 2, ഒരു ഇമേജ്, രൂപമായിട്ട് കാണുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരട്ടെ. നമ്മൾ വസ്ത്രമായിട്ട് കണ്ടത് നമുക്കിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. അഹരോൻ എന്നുള്ള മഹാപുരോഹിതൻ്റെ ദൈവം കൊടുത്ത അധികാര വസ്ത്രത്തിൽ ഒന്നാണ് ഏത്? എഫോദ്. എന്നാൽ ഇവിടെ നമുക്കറിയാം, ബാക്കിയുള്ള പുരോഹിതന്മാരാരും എന്ത് ധരിച്ചില്ല? എഫോദ് ധരിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, ഇവിടെ അഹരോൻ എന്നുള്ള മഹാപുരോഹിതന് മാത്രമാണ് ഈ അധികാര വസ്ത്രം ദൈവം കൊടുത്തത്. എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കിയാട്ട് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 1 ശമൂവേൽ ചാപ്റ്റർ 22 വേഴ്സ് നമ്പർ 18. നിങ്ങൾക്കറിയാം, ഇവിടെ ശൗല് പറയുന്ന ഒരു വേർഡാണ്, ദോവേഗിനോട് പറയുന്നൊരു വേർഡാണ്, നീ പോയിട്ട് പുരോഹിതന്മാരെ ഒക്കെയും കൊല്ലുക. എന്നിട്ട് താഴെ ഏദോമിനായ ദോവേഗ് ചെന്നിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച 85 പേരെ കൊന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ എഫോദ് ഉണ്ടാക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ എഫോദ് ഉണ്ടാക്കേണ്ടത് മഹാപുരോഹിതന് ഉള്ളതായിരിക്കുന്ന എഫോദ് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ, ഈ 5 വിധ മെറ്റീരിയൽ കൊണ്ടാണ് മഹാപുരോഹിതന് എഫോദ് ഉണ്ടാക്കേണ്ടത്. എന്നാൽ ഈ ശൗലിൻ്റെ കാലത്ത്, ശൗൽ രാജാവായ സമയത്ത്, അന്ന് ഈ മഹാപുരോഹിതനല്ലാതെ അതിൽ താണവർക്ക് എന്തുണ്ടായിരുന്നു? എഫോദ് ഉണ്ടായിരുന്നു. ഈ എഫോദ് എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടു? ദൈവം മഹാപുരോഹിതന് വെച്ച വ്യവസ്ഥയിലല്ല ആ എഫോദ് ഉണ്ടാക്കിയത്. പിന്നെയോ ആ എഫോദ് ഉണ്ടാക്കിയത് പഞ്ഞിനൂൽ കൊണ്ടാണ്. ഒന്നുകൂടെ ഇൻഫീരിയർ ക്വാളിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എഫോദ് എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ വസ്ത്രം മാത്രമല്ല. പിന്നെ ആരും ധരിച്ചിരുന്നു? സാധാരണപ്പെട്ട പുരോഹിതന്മാര് കാലങ്ങൾക്ക് ശേഷം അവര് ഇത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ പുരോഹിതന്മാർ മാത്രമല്ല ഈ എഫോദുള്ള അങ്കി ധരിച്ചിരിക്കുന്നത്. പിന്നെയോ വായിച്ചാട്ട് 1 ശമൂവേൽ ചാപ്റ്റർ 2 വേഴ്സ് 18. 1 ശമൂവേൽ, അതിനു മുൻപായിട്ട് 2 ശമൂവേൽ ചാപ്റ്റർ 6 വേഴ്സ് 14. 2 ശമൂവേൽ ചാപ്റ്റർ 6 വേഴ്സ് 14.
ദാവീദ് പഞ്ഞിനൂൽ അങ്കി ധരിച്ചുകൊണ്ട്, അപ്പോൾ ദാവീദ് ഒരു പഞ്ഞിനൂൽ അങ്കി ധരിച്ചു. എന്താണ് ഈ പഞ്ഞിനൂൽ അങ്കി? ഫസ്റ്റ് ക്രോണിക്കിൾ ചാപ്റ്റർ 15 വേഴ്സ് 27. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം 27-ാമത്തെ വാക്യം, വേഴ്സ് 27. ദാവീദ് ശണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ദാവീദ് പെട്ടകത്തിന് മുൻപാകെ നിന്നപ്പോൾ ദാവീദ് ധരിച്ചത് ഏതാണെന്ന് പറയുകയുണ്ടായി. പഞ്ഞിനൂൽ കൊണ്ട് ഒരങ്കി ധരിച്ചു. ആ അങ്കി ഏതാണെന്ന് ദിനവൃത്താന്ത പുസ്തകം വെളിപ്പെടുത്തുന്നു. അവിടെ പറയുന്നത് ശണപടം കൊണ്ട് അഥവാ പഞ്ഞിനൂൽ കൊണ്ട് എന്താ ധരിച്ചത്? ഏഫോദ്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാപുരോഹിതന് കൊടുത്ത ഒരു ഏഫോദ് ഉണ്ട്, പുരോഹിതന്മാർ കാലങ്ങൾക്ക് ശേഷം ധരിച്ച ഏഫോദുകളുണ്ട്. ഇവിടെ ഒരു രാജാവായിരിക്കുന്ന ദാവീദ് ധരിച്ചതായിരിക്കുന്ന ഒരു ഏഫോദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മഹാപുരോഹിതന് കൊടുത്തതായിരിക്കുന്ന, ദൈവം കൊടുത്ത സ്ഥാനവസ്ത്രമായിരിക്കുന്ന ആ ഏഫോദും ഈ പറയപ്പെടുന്ന ഏഫോദുകൾ തമ്മിൽ വലിയ മാറ്റമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ പഞ്ഞിനൂൽ അങ്കി എന്ന് പറഞ്ഞിട്ട് ക്രോണിക്കിൾ ദിനവൃത്താന്തത്തിൽ പറയുന്നത് എന്താ സാധനം എന്ന് പറഞ്ഞു? ഏഫോദാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഞാൻ മുമ്പേ തന്ന 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 2 വേഴ്സ് 18. ശമൂവേൽ എന്ന ബാലന് പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചു. ഇവിടെയും ആ പഞ്ഞിനൂൽ അങ്കി എന്ന് പറയുന്നത് ഏഫോദായിട്ട് കാണുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അതിങ്ങനെയെങ്കിൽ ചുരുക്കമായിട്ട് ഞാൻ ഇവിടെ പറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അഹരോന് കൊടുത്ത സ്ഥാനവസ്ത്രമുണ്ട്. ആ ഏഫോദ് അതേ രീതിയിൽ തന്നെ ഏഫോദുകൾ പിൽക്കാലത്ത് ആര് ധരിച്ചിരുന്നു? സ്ഥാനങ്ങൾ ദൈവം ആക്കപ്പെട്ടവർ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത് പിൽക്കാലത്ത് വന്നപ്പോൾ എന്തായിട്ട് മാറ്റപ്പെട്ടു? ഇത് സ്ഥാനവസ്ത്രമായി മാറ്റപ്പെട്ടു, ഔദ്യോഗിക വസ്ത്രമായി ഇത് മാറ്റപ്പെട്ടു. ദാവീദ് രാജാവായപ്പോൾ ഈ അങ്കി ധരിച്ചു. ശമൂവേൽ പ്രവാചകനായിട്ട് കടന്നു വന്നപ്പോൾ, കൊച്ചു ബാലനായിരുന്നപ്പോൾ തന്നെ ഈ അങ്കി ധരിച്ചു. പുരോഹിതന്മാരായിട്ടുള്ളവർ ഈ അങ്കി ധരിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഏഫോദ് എന്നുള്ള വേർഡ് കാണുമോ ആ സമയത്തെല്ലാം നമ്മൾ ചിന്തിക്കരുത് മഹാപുരോഹിതന്റെ സ്ഥാനവസ്ത്രമാണെന്ന് ചിന്തിക്കരുത്. മഹാപുരോഹിതന്റെ സ്ഥാനവസ്ത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയോടുകൂടെ മറ്റാർക്കും അങ്ങനെ ഒരു അങ്കി ധരിക്കുവാൻ സാധ്യമല്ല. അത് ദൈവം മഹാപുരോഹിതന് മാത്രം വെച്ചിരിക്കുന്ന അങ്കിയാണ്. ശ്രദ്ധിക്കാൻ പറയുന്ന വേർഡ്, ദൈവം മഹാപുരോഹിതന് കൊടുത്ത സ്ഥാനവസ്ത്രം അത് മറ്റാർക്കും ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കുവാൻ അനുവാദം കൊടുത്തിട്ടില്ല. അത് മഹാപുരോഹിതന് മാത്രമുള്ള വസ്ത്രമാണ്. അതിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. 2, as an image, ഒരു രൂപമായിട്ട് ഏഫോദ് വെളിപ്പെടുന്നു. ഒരു രൂപമായിട്ട് ഏഫോദ്. വായിച്ചോട്ട് ജഡ്ജസ് ചാപ്റ്റർ 8, ജഡ്ജസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 26 and 27, 26, 27 വാക്യം. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി. ശ്രദ്ധിക്കുക, ഇവിടെ ഗിദെയോൻ നിങ്ങൾക്കറിയാം, മിദ്യാന്യരുടെ കയ്യിൽ നിന്നോ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ന്യായാധിപനായിരുന്നു ഈ ഗിദെയോൻ. എന്നാൽ ഈ ഗിദെയോൻ എന്ത് ചെയ്തു? ഈ കെട്ടിയ സ്വർണം കൊണ്ട് താൻ എന്തുണ്ടാക്കി? ഒരു ഏഫോദ് ഉണ്ടാക്കി. താഴോട്ട് വായിച്ചാട്ടുള്ളത്. ഇവിടെ ഗിദെയോൻ ചെയ്തൊരു കാര്യമുണ്ട്. ഈ കെട്ടിയ പൊന്നൊക്കെ എടുത്തിട്ട് താൻ ഒരു ഏഫോദ് ഉണ്ടാക്കി. അത് തൻ്റെ പട്ടണമായ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ചു. അതെന്തായി മാറ്റപ്പെട്ടു ആ സമയത്ത്? ഇത് ഒരു വസ്ത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഏഫോദ് എന്ന് പറയുന്നത് എന്താ ഇരിക്കുന്നു? ഒരു ഇമേജ്, ഒരു രൂപമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നോ? ഏഫോദ് എന്ന് ഇവിടെ പറയപ്പെടുന്ന രൂപമാണ്. ഒരു വാക്യം കൂടെ 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ജഡ്ജസ് ചാപ്റ്റർ 17 വേഴ്സ് 5. അവൻ ഒരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ച്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പറയപ്പെടുന്ന ഒരു വേർഡ് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ അത് എങ്ങനെ ഒരു ഇമേജ് ആയെന്ന് നമുക്ക് പെട്ടെന്ന് ക്ലൂ കിട്ടും. അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ്, അവൻ അതുകൊണ്ട് എന്തുണ്ടാക്കി? ഒരു ഏഫോദും ഗ്രഹബിംബവും. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഏഫോദ് ഒരു ഇമേജായി മാറ്റപ്പെട്ടെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ ധരിപ്പിച്ചതായിരിക്കും
ഈ വസ്ത്രം എന്ന് പറയുന്നത്, അഥവാ ഈ അങ്കി എന്ന് പറയുന്നത്. ഇത് ഇവിടെ ധരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ധരിപ്പിച്ചേ? പൊന്നുകൊണ്ടുള്ള ഒരു എഫോദ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണപ്പെടുവാൻ സാധിക്കുന്നത് എഫോദ് എന്ന് പറയുന്നത് ഒരു ഇമേജായിട്ട് മാറ്റപ്പെട്ടു. ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു വലിയ ശാപത്തിന് കാരണമായി തീർന്നത്. ഗിദിയോന്റെ ജീവിതത്തിൽ വലിയ ശാപമായി തീർന്നത്, മിഖാവിന്റെ ജീവിതത്തിൽ ശാപത്തിന് കാരണമായി തീർന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എഫോദ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഒരു വസ്ത്രമായിട്ട് കാണുന്നുണ്ട്. രണ്ട്, ഒരു ഇമേജായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ ഒരു മഹാപുരോഹിതന്റെ സ്ഥാനവസ്ത്രങ്ങളൊന്ന്. ഇതിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രി കടന്നു വരുന്നത്. എന്താണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് 5 വിധ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുക. ഒന്ന്, പൊന്ന്, നീലനൂൽ, തൂമ്പുനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. ഇതിനെ ഞാൻ രണ്ടായിട്ട് അങ്ങ് തിരിക്കുവാൻ പോകുകയാണ്. ഒന്ന്, പഞ്ഞിനൂൽ കൊണ്ട് ഉള്ള ഒരങ്കി. രണ്ട്, പൊന്നുകൊണ്ടുള്ളത്. ഈ അങ്കി ഉണ്ടാക്കപ്പെട്ടത് 2 വിധ മെറ്റീരിയൽ കൊണ്ടാണ്. നീലനൂൽ എന്ന് പറയുന്നത് പഞ്ഞിനൂലിന് കളർ കൊടുത്തതാ. നീലനൂലും തൂമ്പനൂൽ, ചുവപ്പുനൂലും, പിരിച്ച പഞ്ഞിനൂലും, ഇതെല്ലാം പഞ്ഞിനൂല് തന്നെയാണ്. പക്ഷേ ഡിഫറെൻറ്റ് കളർ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കളറിൽ മാത്രമുള്ള വ്യത്യാസം, എന്നാൽ അതെല്ലാം നൂല് തന്നെയാണ്. എന്നാൽ നൂലല്ലാത്ത ഒന്ന് നമ്മൾ കാണുന്നത് പൊന്നാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നമ്മൾ എഫോദിന്റെ മെറ്റീരിയലിനെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് തിരിക്കാമെന്ന് ഇങ്ങനെ തിരിക്കുവാൻ സാധിക്കും. ഒന്ന്, പൊന്ന്. രണ്ട്, പഞ്ഞിനൂല്. ഈ 2 വിധ മെറ്റീരിയൽ കൊണ്ടാണ് ഈ എഫോദ് ഉണ്ടാക്കപ്പെട്ടത്. നിങ്ങൾക്കറിയാം, പൊന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. പൊന്ന് വെളിപ്പെടുത്തുന്നത് ഡിവൈനിറ്റിയെ വെളിപ്പെടുത്തുന്നു, ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. പഞ്ഞിനൂൽ എന്തിനെ വെളിപ്പെടുത്തുന്നു? ഹ്യൂമാനിറ്റിയെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ വസ്ത്രം ധരിച്ച് അഹരോൻ നിൽക്കുമ്പോൾ അഹരോൻ ആയിരിക്കുന്ന 2 പ്രത്യേകമായിരിക്കുന്ന അവസ്ഥകളെയാണ് ഈ വസ്ത്രം ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, അഹരോൻ ഒരു ഡിവൈനിറ്റി അഹരോനിലുണ്ട്. രണ്ട്, അഹരോൻ ഒരു പൂർണ്ണ മനുഷ്യരുമാണ്. അഥവാ നിങ്ങൾക്കറിയാം, ഈ അങ്കികളൊക്കെ വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ വെളിപ്പെടുത്തുവാൻ പോകുന്ന യേശു എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്ന യേശുവിനെയാണ് വെളിപ്പെടുത്തി കാട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തീയ സഭയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒന്നാണ് യേശുക്രിസ്തുവിന്റെ മാനുഷികത എന്ന് പറയുന്നതും യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നതും. ഒരു കൂട്ടം ആൾക്കാർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അവർ നിരാകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ യേശു ജീവിച്ചു വന്നപ്പോൾ യേശു ദൈവമായിരുന്നില്ല, പൂർണ്ണമായ മനുഷ്യനായിരുന്നു. വേറൊരു കൂട്ടം ആൾക്കാർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, യേശു വാസ്തവത്തിൽ ദൈവമായിട്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. ഇന്ന് രാത്രി എനിക്ക് നമ്മളോട് പറയുവാനുള്ളത്, മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ കൂടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യേശു പൂർണ്ണ ദൈവമായിരുന്നത് പോലെ തന്നെ യേശു പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അഥവാ അഹരോൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ അഹരോനിൽ ദൈവത്വവും അതോടൊപ്പം തന്നെ പൂർണ്ണ മനുഷ്യരെയും അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ മനുഷ്യത്വത്തെ കുറിച്ച് നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ട് 4 വിധ നൂലുകളാണോ അവിടെ യൂസ് ചെയ്തത്. ഒന്ന്, നീലനൂൽ. രണ്ട്, തൂമ്പനൂൽ. 3, ചുവപ്പ് നൂൽ. 4, പിരിച്ച പഞ്ഞിനൂൽ. എന്താണ് ഈ 4 നൂലുകൾ വെളിപ്പെടുത്തുന്നത്? പ്രധാനമായിട്ട് ഞാൻ നിങ്ങളെ ആ ഭാഗം കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കറിയാം, യെരുശലേമിൽ ദൈവം മോശയോട് കൽപ്പിച്ച സമാഗമന കൂടാരത്തിന് പ്രധാന എത്ര വാതിലുണ്ടായിരുന്നു? 3 വാതിലുകളുണ്ടായിരുന്നു. 3 വാതിലുകൾ. ഈ 3 വാതിലുകളും തുറന്നിട്ടിരിക്കുകയല്ലായിരുന്നു. പിന്നെയോ ഈ 3 വാതിലുകൾ എന്ത് ചെയ്തിരിക്കുക? ഒരു കട്ടൻ കൊണ്ട് മറച്ചിരിക്കുക. ഇവിടെ ഉപയോഗിക്കപ്പെട്ട കട്ടൻ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പ്രത്യേകമായ എഫോദ് എന്നുള്ള അങ്കിക്ക് അവിടെ ഒരു വലിയ വില കാണുവാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അഥവാ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ 3 വാതിലുകൾ കടന്നാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മഹാപുരോഹിതൻ കടന്നു വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട
കർട്ടൻ. ഈ കർട്ടൻ എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഈ പ്രത്യേകമായ കാര്യത്തെ വളരെ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വാക്യത്തിലേക്ക് ഒന്ന് കടന്നു പോയാട്ട് എക്സോഡസ് ചാപ്റ്റർ 26, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് 31-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നമ്മൾ വായിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 31 to 37. എക്സോഡസ് 26 31 to 37. ഈ ഇത്രയും വാക്യത്തിൽ ഈ 3 വാതിലുകളെ, മറകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് അത് ഉണ്ടാക്കണം എന്ന് കൽപ്പിക്കുകയുണ്ടായി. വായിച്ചാട്ടത്. അപ്പോൾ ഒരു തിരശ്ശീല ഉണ്ടാക്കണം. ദ ഫസ്റ്റ് വാതിൽ എന്ന് പറയുന്നതാണ് തിരശ്ശീല. എന്തുകൊണ്ട് അത് ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു? 36-ാമത്തെ വാക്യം. ഒരു മറയും കൂടാരത്തിന് വാതിലും ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ 3 വാതിലുകളെ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുക. ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പേ വായിച്ചത് എന്തായിരുന്നു? ആദ്യം നമ്മൾ വായിച്ചത് എന്താ? തിരശ്ശീല. എന്താണ് തിരശ്ശീല? എന്തിന് ഉപയോഗിക്കുന്നു? 33-ാമത്തെ വാക്യം വായിച്ചത് വേഴ്സ് 33. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അപ്പോൾ തിരശ്ശീല എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 3 കർട്ടനും 3 പേരാ. അവിടെ തിരശ്ശീല എന്ന് പറയുന്നത് ഏത് സ്ഥലം തമ്മിൽ വേർപെടുത്തുന്നതാണ്? അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർപെടുത്തുന്നതാ. ഇതാണ് തിരശ്ശീല. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് വാവിട്ട് നിലവിളിച്ചപ്പോൾ ഈ തിരശ്ശീലയാണ് രണ്ടായിട്ട് ചിന്തപ്പെട്ടത്. ഈ തിരശ്ശീല എന്ന് പറഞ്ഞാൽ അന്ന് ദേവാലയത്തിലുണ്ടായ തിരശ്ശീല. അപ്പോൾ ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, ഈ തിരശ്ശീല പണിയുവാൻ, മറ പണിയുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചപ്പോൾ ആ മറ പണിതത് 4 വിധ മെറ്റീരിയൽ കൊണ്ടാണ്. ഒന്ന് അവിടെ പറയുന്നത് നീലനൂൽ, തോമ്പ്രനൂൽ, ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ രീതിയും പറഞ്ഞാൽ, ഇവിടെ മഹാപുരോഹിതൻ്റെ എഫോദ് എന്നുള്ള അങ്കിക്ക് എന്ത് നൂലുകളാണ് ആവശ്യമായിരുന്നത്, അതേ നൂലുകളാണ് ഈ പറയപ്പെടുന്നതായിരിക്കുന്ന ഈ വാതിലുകൾക്ക് ദൈവം അലവ് ചെയ്ത്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വേർഡ്. വാതിലിലേക്ക് കടക്കണമെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് കടക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന മറ, ആ മറയ്ക്ക് ഉപയോഗിക്കുവാനായിട്ട് കൊടുത്ത അതേ മെറ്റീരിയലാണ് മഹാപുരോഹിതൻ്റെ ഏഫോദ് എന്നുള്ള അങ്കിക്ക് ദൈവം അനുവദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വരുന്ന വാതിലും മഹാപുരോഹിതൻ്റെ അങ്കിയുമായിട്ട് എന്തൊക്കെയോ സാമ്യമുണ്ട്. എന്താണ് ഈ വാതിൽ വെളിപ്പെടുത്തുന്നത്? നിങ്ങൾക്കറിയാം, ഈ വാതിൽ വെളിപ്പെടുത്തുന്നത് 4 സുവിശേഷങ്ങളെ അത് ചൂണ്ടിക്കാണിക്കുക. 4 സുവിശേഷങ്ങൾ. എന്താണ് 4 സുവിശേഷങ്ങളുടെ പ്രാധാന്യത? 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് സകല മാനവജാതി, പാപത്തിൽ കിടക്കുന്ന സകല മനുഷ്യനെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള വാതിലാണ് സുവിശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം, മർക്കോസ് സുവിശേഷം, യോഹന്നാൻ, ലൂക്കോസും യോഹന്നാനും, ഈ 4 വിധ സുവിശേഷങ്ങൾ പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തതായിരിക്കുന്ന 4 ശ്രദ്ധിക്കണേ നിങ്ങൾ, 4 വാതിലുകളാണ് ഇവിടുത്തെ പശ്ചാത്തലം. അങ്ങനെയെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാതിലുകളും വാതിലിന് ഉപയോഗിച്ചിരിക്കുന്നതും ഇവിടെ മഹാപുരോഹിതൻ്റെ ഏഫോദ് എന്നുള്ള അങ്കി, സ്വർണം പൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ പഞ്ഞിനൂല് എന്തെല്ലാം അളവിൽ വേണം, ഇതൊക്കെയും മഹാപുരോഹിതന്റെ അങ്കിയിലുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്തുന്നത് ഈ 4 വിധ നൂലുകൾ 4 വിധ സുവിശേഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു, അഥവാ 4 വിധ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കുന്നു. ബ്ലൂ, നീല നിറം. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചിന്തിച്ചു, ബ്ലൂ കളർ വെളിപ്പെടുത്തുന്നത് ഡിവൈനിറ്റിയെ വെളിപ്പെടുത്തുന്നു, ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു, ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. എന്താണ് അതിൻ്റെ വാക്യം? ഒന്ന് എടുത്താട്ട് 1 Corinthians chapter 15 verse 47. 1 Corinthians 15:47. 1 Corinthians 15:47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയൻ. ബ്ലൂ വെളിപ്പെടുത്തുന്നത് ഡിവൈനിറ്റിയെ വെളിപ്പെടുത്തുമ്പോൾ അത് എന്താ വെളിപ്പെടുത്തുന്നത്? യേശു ദൈവം എന്നുള്ളത് വെളിപ്പെടുത്തിയാണ്. വായിച്ചാട്ടെ യോഹന്നാൻ 3:31. John the Gospel chapter 3 verse 31.
മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. താൻ ആരാകുന്നു എന്നുള്ളത് കർത്താവായ യേശു അവിടെ വെളിപ്പെടുത്തുക. താൻ വന്നത് എവിടെ നല്ല, ഭൂമിയിൽ നല്ല വന്നത്, താൻ വന്നത് മുകളിൽ നിന്നാണ്. എന്തുവാ? ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശു എന്നുള്ളത് യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് യേശു ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ബ്ലൂ വെളിപ്പെടുത്തുന്ന ഡിവൈനിറ്റി ആകുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ കളർ പർപ്പിൾ കളർ. പർപ്പിൾ കളറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇറ്റ്സ് റോയൽ കളർ. രാജകീയ നിറമാണ് പർപ്പിൾ. അപ്പോൾ എന്താണ് രാജകീയ കളറിൻ്റെ പ്രത്യേകത? രാജകീയ കളർ വെളിപ്പെടുത്തുന്നു ജീസസ് ഈസ് കിങ്, യേശു രാജാവെന്ന്. യേശു രാജാവെന്ന് വെളിപ്പെടുത്തുന്നു മത്തായിയുടെ സുവിശേഷം, മാത്യു ചാപ്റ്റർ 27 verse 11, John 18 verse 33 to 37, മാത്യു 2:2. എന്താ അവിടെ പർപ്പിൾ കളർ വെളിപ്പെടുത്തുന്നത്? യേശു രാജാവെന്ന് വെളിപ്പെടുത്തുന്നു. 3 സ്കാർലറ്റ് കളർ റെഡ്. എന്ത് വെളിപ്പെടുത്തുന്നു? ബ്ലഡ് ഓഫ് ജീസസ്. എന്തുകൊണ്ട് യേശു രക്തമൊഴുക്കി? വേദപുസ്തകം പഠിപ്പിക്കുന്നു യേശു ദൈവത്തിന് ഹിതകരമായി ചെയ്തു. വിശ്വസ്തദാസൻ, ഒബീഡിയൻറ്റ് സെർവൻറ്റ്. യേശു ഒബീഡിയൻറ്റ് സെർവൻറ്റ്, അനുസരണമുള്ള ദാസൻ. എന്താണ് ദാസൻ എന്നുള്ള വെളിപ്പെടുത്തുന്നത്? മർക്കോസിന്റെ സുവിശേഷം, മാർക്ക്. ഫിലിപ്പിയൻസ് 2 verse 7 and 8, മാർക്ക് 10:45, മർക്കോസ് 10:45. ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ദാസനായിട്ട് വന്നു. അവൻ ദൈവരൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെപ്പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത കർത്താവ്. നാലാമത്തത് വൈറ്റ്, വെള്ള നിറം. എന്ത് വെളിപ്പെടുത്തുന്നു? പ്യൂരിറ്റി. പ്യൂരിറ്റി എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജീസസ് ആസ് ഗാഡ്സ് ഐഡിയൽ മാൻ. ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്ന പൂർണ്ണതയുള്ള വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശു മാത്രം. പെർഫെക്റ്റ് ഐഡിയൽ മാൻ. നിങ്ങൾക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷമാണ് കർത്താവായ യേശുവിനെ മനുഷ്യനായിട്ട് വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഹാപുരോഹിതൻ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഹാപുരോഹിതനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 4 വിധ സ്വഭാവങ്ങളെയാണ് താൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഏതുമായിട്ടുള്ള ബന്ധത്തിൽ? മനുഷ്യനുമായിട്ട് ബന്ധം. ശ്രദ്ധിക്കണേ, യേശു മനുഷ്യനുമായിരിക്കുന്ന ബന്ധത്തിൽ. 1, യേശു ദൈവമാകുന്നു. 2, യേശു രാജാവാണ്. 3, യേശു ദാസനാണ്. 4, യേശു ഒരു പൂർണ്ണ മനുഷ്യനാണ്. ഇതേ സെയിം ടൈമിൽ തന്നെ അതോടുകൂടെ ചേർന്ന് ഇടകലർന്ന് ബന്ധിച്ചിരിക്കുന്ന ഒന്നാണ് ഏതാ? പൊന്നെന്ന് പറയുന്നത്. ഇത് ഡിസ്റ്റൻ്റാണ്, ഇത് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുക. ഇതിനോട് ബാക്കി 4 നൂലുകളും പഞ്ഞുനൂൽ കൊണ്ട് ആകുന്നുവെങ്കിൽ ഈ പൊന്ന് മാത്രമേ ഉള്ളൂ ഈ പഞ്ഞുനൂൽ കൊണ്ട് അല്ലാത്തത്. ഇത് സെപ്പറേറ്റഡാ, ഇത് വേർപെടുത്ത് നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുന്നു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഞാൻ പറഞ്ഞു വന്നത്, ബ്ലൂ വെളിപ്പെടുത്തുന്ന ഡിവൈനിറ്റി. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ ദൈവത്വം അവനിലുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ പറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, ഈ പൊന്ന് വെളിപ്പെടുത്തുന്നത് പ്യുവർ ഡിവൈൻ, ഹി ഈസ് ഗാഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒരുപോലെ ബന്ധിച്ച് നിൽക്കുന്ന ഒരു കർത്താവാണ് ഇവിടെ നിൽക്കുന്നത്. അഥവാ മഹാപുരോഹിതനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്, മഹാപുരോഹിതനിൽ ഈ 2 സ്വഭാവങ്ങളും ഒരുപോലെ നിക്ഷിപ്തമാകേണ്ടത് ആവശ്യമാണ്. മഹാപുരോഹിതന് ദൈവമാകുവാൻ സാധ്യമല്ല. പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് മഹാപുരോഹിതൻ എത്തിത്തീരേണ്ടത് ഒരാവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ടുള്ള ഗുണമെന്ന് ഇവിടെ നിൽക്കുന്ന മഹാപുരോഹിതൻ, ഇവിടെ ദൈവസന്നിധാനത്തിൽ ഈ മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം,
ഇവിടെ ഒരു പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ, പൂർണ്ണ ദൈവമായിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ ദൈവസന്നിധാനം നിൽക്കുമ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് നമ്മുടെ കുറിവാക്യം നിങ്ങൾ ഓർക്കണം. നമ്മളെ ജീവപര്യന്തം രക്ഷിപ്പാൻ അവൻ കഴിവുള്ളവനാ എന്ന് പറഞ്ഞാൽ ഞാനും നമ്മളും മനുഷ്യരായിരിക്കുന്നത് കൊണ്ട് മാനുഷികമായിരിക്കുന്ന ബലഹീനത എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി ജയമെടുത്തൊരു കർത്താവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ട് ഈ കർത്താവ് എന്നെയും നിങ്ങളെയും പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവൻ. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഏത് അവസ്ഥയിലും അവൻ രക്ഷിപ്പാൻ ശക്തനാണെന്നുള്ളത് ഈ വസ്ത്രം വെളിപ്പെടുത്തുക. എൻ്റെ ഏത് ബലഹീനതകളിലും എൻ്റെ ഏത് വീഴ്ചകളിലും നമ്മളും കർത്താവുമായിട്ട് വ്യത്യാസമുള്ളത് ഒന്ന് മാത്രം, പാപം ഒഴികെ അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വന്നപ്പോൾ പാപം കടന്നു വന്നു, യേശുവിൻ്റെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വന്നപ്പോൾ പാപം വന്നില്ല. എന്നാൽ ഈ പരീക്ഷകൾ കൂടെ യേശു കടന്നു പോയത് കൊണ്ട് എന്താണ് അതിൻ്റെ വേദന എന്നുള്ളത് യേശു നന്നായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടുള്ള ഗുണമെന്ന്, ഞാൻ ഇന്ന് ഈ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ യേശു നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എത്രമാത്രം ഭാരപ്പെടുന്നു എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു മുട്ടുവേദന നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്തൊരാൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ആ മുട്ടുവേദനയുടെ വില എന്താണെന്ന്, വേദന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അത് പറയുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്താണ് ആ ബുദ്ധിമുട്ടെന്ന്. ഇത് ഇല്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടല്ലയോ ഒരു വേദന, ഇതിനകത്ത് എന്തിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ പറയുന്നത്. കാരണം അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിവില്ല. കാരണം എന്താ, അവർക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവസന്നിധാനം നിൽക്കുന്ന മഹാപുരോഹിതൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു മഹാപുരോഹിതന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് അവൻ എന്നെയും നിങ്ങളെയും പോലെ സകല പരീക്ഷകൾ കൂടെ കടന്നുപോയിട്ടും പാപം ചെയ്യാതെ ജയാളിയായിരുന്നത് കൊണ്ട് എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. ഈ മഹാപുരോഹിതൻ എന്നെയും നിങ്ങളെയും വഹിച്ചുകൊണ്ട് ധൂപപീഠത്തിന് മുമ്പിൽ അഥവാ ദൈവസന്നിധാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മഹാപുരോഹിതന്റെ തോളിൽ വെച്ചിരിക്കുന്ന 2 കല്ലുകൾ, ആ കല്ലുകളാണ് ഇന്ന് രാത്രി എൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, മഹാപുരോഹിതനെ നിങ്ങൾ മനസ്സിലാക്കി, ദൈവത്വം അടക്കപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണ മാനുഷികതയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാപുരോഹിതൻ എന്നെ രക്ഷിപ്പാൻ, എന്നെ സഹായിപ്പാൻ, എന്നെ ശക്തീകരിപ്പാൻ, എൻ്റെ ബലഹീനതകളിൽ എന്നെ താങ്ങുവാൻ അവൻ കഴിവുള്ളവനാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ. ഈ മഹാപുരോഹിതൻ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ മഹാപുരോഹിതന്റെ തോളത്ത് വെച്ചിരിക്കുന്ന 2 കല്ലുകൾ, അതാണ് നമ്മുടെ പ്രാധാന്യത. എന്താണ് ഈ കല്ലുകൾ? നിങ്ങൾ ഒന്ന് വായിച്ചാട്ട് അതിൻ്റെ 11ാമത്തെ വാക്യം, 11ാമത്തെ വാക്യം വായിച്ചാട്ട്, 9ാമത്തെ വാക്യം വായിച്ചിട്ട് 11ാമത്തെ, എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 9. ഇവിടെ പറയപ്പെടുന്നത്, ഇവിടെ മഹാപുരോഹിതന്റെ ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ 2 കല്ലുകൾ വെച്ചിട്ടുണ്ട്. 2 കല്ലുകൾ, ഗോമേദക കല്ലുകൾ. നോട്ട് ചെയ്താട്ട്, ഒനിക്സ് സ്റ്റോൺസ്, ദ ഷോൾഡർ സ്റ്റോൺസ്, ഗോമേദക കല്ലുകൾ. ഈ ഗോമേദക കല്ലുകൾ 2 കല്ലുകളാണ് തൻ്റെ ചുമൽക്കണ്ടങ്ങളിൽ ഇരിക്കുന്നത്. ഈ ചുമൽക്കണ്ടങ്ങളിൽ ഇരിക്കുന്ന 2 കല്ലുകൾ എന്തു വേണം എന്ന് ദൈവം അവിടെ പറയുവാനിടയായിത്തീർന്നു. അവിടെ പറയുന്നത് വായിച്ചാട്ട് ഒരിക്കൽ കൂടെ 10ാമത്തെ വാക്യം വേഴ്സ് 10. അവരുടെ പേരുകൾ 6 ഒരു കല്ലിലും ശേഷമുള്ളത് 6 വേറൊരു കല്ലിലും അവരുടെ ജനനക്രമത്തിൽ. ഇവിടെ 1ാമത്തെ പ്രത്യേകത, ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മഹാപുരോഹിതൻ എവിടെയാണ് നിൽക്കുന്നത്? ദൈവസന്നിധാനത്തിൽ. ദൈവസന്നിധാനത്തിൽ നിൽക്കുമ്പോൾ മഹാപുരോഹിതന്റെ ചുമലിൽ വഹിച്ചിരിക്കുന്ന 2 കല്ലുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ രേഖപ്പെടുത്തിയ കല്ലുകൾ രേഖപ്പെടുത്തുമ്പോൾ ദൈവം ഒരു കാര്യം കൽപ്പിക്കുകയുണ്ടായി, ഇത് ജനനക്രമത്തിൽ
രേഖപ്പെടുത്തണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഏഫോദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഏഫോദ് അല്ല, ബസ് പ്ലേറ്റ്, ന്യായവിധി പതക്കം, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ന്യായവിധി പതക്കത്തിൻ്റെ മുൻഭാഗത്ത് 12 രത്നങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 12 രത്നങ്ങളിൽ ഓരോ രത്നങ്ങളിലും ഇസ്രായേൽ ഓരോ ഗോത്രങ്ങളുടെ പേരുകളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇവിടെയും ഈ ഗോമേദക കല്ലുകളിലും ഇസ്രായേൽ മക്കളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾക്ക് തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ ഈ നെഞ്ചത്ത് വെച്ചിരിക്കുന്ന ഈ രത്നങ്ങളിൽ പതിയപ്പെട്ടിരിക്കുന്ന ഓരോ ഗോത്രങ്ങളും അവരുടെ പേരുകളെന്ന് പറയുന്നത് അവരുടെ ജനനക്രമത്തിലല്ല, പിന്നെയോ ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷൻസിന് അനുസരണമായിട്ടാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ആ ഭാഗം നമ്മൾ ചിന്തിക്കും. ഇവിടെ ഈ നെഞ്ചത്ത് വെച്ചിരിക്കുന്ന കല്ലുകൾ ഒരു സൈഡിൽ ഒരു വരിയിൽ 3 കല്ലുകൾ, അപ്രകാരം 4 ലൈനായിട്ട് 12 കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഈ 12 കല്ലുകളിലും ഓരോ കല്ലിലും ഓരോ ഗോത്രത്തിന് പേരുണ്ട്. പക്ഷെങ്കിൽ ഈ പേര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ജനനക്രമത്തിലല്ല, പിന്നെയോ ഈ പേരുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവരുടെ പൊസിഷൻസിന് അനുസരണമായിട്ട്, അഥവാ ദൈവം അവരെ എങ്ങനെയാണ് നടത്തുന്നത് അതിന് അനുസരണമായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 6 ലക്ഷം പുരുഷന്മാരടങ്ങിയതായിരിക്കുന്ന ഒരു വലിയ സംഘം 10-30 ലക്ഷം ഉണ്ടെങ്കിൽ ഈ 30 ലക്ഷത്തിന് അവക്കിഷ്ടം പോലെ പോകാൻ സാധ്യമല്ല. സമാഗമന കൂടാരത്തിന് കിഴക്ക് 3 ഗോത്രങ്ങൾ, വടക്ക് പടിഞ്ഞാറ് 3 ഗോത്രങ്ങൾ, തെക്ക് 3 ഗോത്രങ്ങൾ, വടക്ക് 3 ഗോത്രങ്ങൾ, ഇങ്ങനെ ഓരോ വശത്തും ഇസ്രായേൽ മക്കള് 3 ഗോത്രങ്ങളാണ് പാളയം ഇറങ്ങിയിരിക്കുന്നത്. ഈ 3 ഗോത്രങ്ങളെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഈ 3 ഓരോ ഗോത്രത്തിനും ഓരോ കൊടി അടയാളമായിട്ടുണ്ട്. രൂബേന് ഒരു കൊടിയുണ്ട്, യഹൂദായ്ക്ക് ഒരു കൊടിയുണ്ട്, ദാന് ഒരു കൊടിയുണ്ട്. ഇവക്കെല്ലാം ഓരോ കൊടിയുണ്ട്. ഈ കൊടികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും അടുത്ത സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലും. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം ഇവിടെയാണ്. ഇവക്ക് 3 പേർക്കും കൂടെ ഒരു നേതാവുണ്ട്. അപ്പോൾ ഈ 3 ഗോത്രങ്ങൾക്ക് ഒരു തലവനുണ്ട്, ആ തലവന് ഒരു കൊടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പാളയം ഇറങ്ങുന്നത് ഓരോ അവരവരുടെ കൊടി കീഴെ ആയിരിക്കണം പാളയം ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നടന്ന് മുൻപോട്ട് പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ആര് മുൻപോട്ട് പുറപ്പെടണം, ആരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സമാഗമന കൂടാരം ചെയ്യേണ്ടത്, ഇതെല്ലാം ദൈവം വ്യക്തമായിരിക്കുന്ന നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തോന്നിയതുപോലെ സഞ്ചരിക്കുവാനുള്ള ഒരു യാത്രയല്ല ദൈവം സമാഗമന കൂടാരത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വേർഡ്, ഒരു മനുഷ്യന് ഇഷ്ടം പോലെ നടക്കുവാനുള്ള സ്ഥലമായിരുന്നില്ല സമാഗമന കൂടാരം മരുഭൂമിയിൽ കൂടെ പോയത്. അഥവാ ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ പ്രയാണമെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം പോലെ ഓടാനോ ഇഷ്ടം പോലെ പോയി ഇരിക്കാനോ ഉള്ള സ്ഥലമായിരുന്നില്ല. അവക്കെല്ലാം ചെയ്യേണ്ടത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൊടിക്ക് കീഴെ അവരെല്ലാവരും മുൻപോട്ട് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഗണത്തിന് അനുസരണമായിട്ട്, ഇങ്ങനെ ദൈവം അനുവദിച്ചതിനനുസരണമായിട്ടാണ് അവരുടെ രത്നങ്ങൾ മേലോ അവരുടെ പേരുകൾ കൊത്തപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പിന്നീട് ചിന്തിക്കും. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല. വിഷയം ഈ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനം ഇവർ മുഴുവൻ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചവരാണ്. അവിശ്വാസികൾ ഇതിൻ്റെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ള സത്യമാണെങ്കിലും ഇസ്രായേൽ ആസ് എ നേഷനായിട്ട് നമ്മൾ നോക്കിയാൽ ഇവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. വീണ്ടും ജനനം പ്രാപിച്ച് മരുഭൂമി ഈ ചെങ്കടൽ കടന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ദൈവം അനുവദിച്ചതുപോലെ വാഗ്ദത്ത നാട്ടിലേക്ക് മുൻപോട്ട് യാത്ര തിരിക്കുമ്പോൾ ദൈവം അവരോട് ദൈവം പ്രയാണം ചെയ്യുവാൻ കൽപ്പിച്ച പോലെ പ്രയാണം ചെയ്യേണ്ടി വന്നപ്പോൾ ദൈവം മഹാപുരോഹിതനെ ഇത്രയും പേർക്ക് വേണ്ടി അതിനുവേണ്ടി എടുക്കപ്പെട്ടതായിരിക്കുന്ന മഹാപുരോഹിതൻ ദൈവസന്നിധാനത്തിൽ കടന്നുപോയി നിൽക്കുമ്പോൾ ദൈവം മഹാപുരോഹിതനോട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ തോളിൽ ഉരിക്കുന്ന കല്ലുകൾ, ആ 2 കല്ലുകളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് നീ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം. ദൈവസന്നിധാനത്ത് നിൽക്കുന്ന മഹാപുരോഹിതന് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവസന്നിധാനത്ത് നിൽക്കുന്ന മഹാപുരോഹിതന് ഒരു വലിയ ചുമതലയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് ചുമതലയോടുകൂടെ അവിടെ നിൽക്കുന്ന അറിയാമോ? അവിടെ നിൽക്കുമ്പോൾ ഈ 12 ഗോത്രങ്ങളെയും തൻ്റെ ചുമലിൽ വഹിച്ചിരിക്കുകയാണ്. എന്താ ചുമല് വെളിപ്പെടുത്തുന്നത്? ചുമല് ഷോൾഡർ വെളിപ്പെടുത്തുന്നത് സ്ട്രെങ്തിനെ വെളിപ്പെടുത്തുന്നു. സ്ട്രെങ്തിനെ എന്ന് പറഞ്ഞാൽ ഈ മഹാപുരോഹിതനാണ് ഇവരെ 12 ഗോത്രങ്ങളെയും വഹിച്ചു
വഹിച്ചുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ വേർഡ്, 12 ഗോത്രങ്ങളെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് മഹാപുരോഹിതനാ. നിങ്ങൾക്കറിയാം എന്താ ജോലി എന്നറിയാം. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക, മധ്യസ്ഥമാക്കി ആ നിൽക്കും വരുമ്പോൾ ഈ മഹാപുരോഹിതന്റെ തോളത്താണ് ഈ 12 ഗോത്രങ്ങളും ഇരിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ ഗോത്രങ്ങൾ ഇരിക്കുന്നതിന് ദൈവം കൽപ്പിച്ചു. ഒരു ഗോത്രത്തിൻ്റെ പേര് ആദ്യത്തെ ആ കല്ലിലും മറ്റേ 6 ഗോത്രങ്ങളുടെ പേര് അടുത്ത 6 കല്ലിലും രേഖപ്പെടുത്തണം. എന്നാൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഉണ്ടാകണം, ഇത് ജനനക്രമത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തുന്ന കല്ലുകൾ അവരുടെ കുടുംബ പാരമ്പര്യമോ കുടുംബ മഹിമയോ വെച്ചുകൊണ്ടല്ല, അവൻ ദാസിയുടെ മകനായിട്ട് ജനിച്ചുവോ അല്ലെങ്കിൽ അവരുടെ ദാസിയുടെ മകനായി ജനിച്ചുവോ എന്നുള്ളതല്ല അവരുടെ വിഷയമായിരിക്കുന്നത്. പിന്നെ യാക്കോബിന്റെ സ്വന്തം ഭാര്യയിൽ നിന്ന് ജനിച്ച മക്കളാണോ എന്നൊരു വ്യത്യാസമില്ല. പക്ഷെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആരാണ് ജനിച്ചത് ആ ജനനക്രമത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തുന്ന കല്ലുകൾ, മഹാപുരോഹിതൻ ദൈവസന്നിധാനത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന്റെ ചുമൽക്കണ്ടങ്ങൾ ഇരിക്കുന്ന കല്ലുകൾ, ആ കല്ലുകൾ രേഖപ്പെടുത്തുവാൻ യോഗ്യതയുള്ള പേരുകൾ എന്ന് പറയുന്നത് വീണ്ടും ജനനം പ്രാപിച്ചവരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത് പേര് രേഖപ്പെടുത്തുന്നത് ജനനക്രമത്തിലാണ്. എന്ന് പറഞ്ഞാൽ ജനിച്ച ക്രമത്തിലാണ് പേരങ്ങോട്ട് എഴുതേണ്ടത്, ജനിച്ചതിനനുസരണമായിട്ട് പേര് രേഖപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ തോളത്ത് വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സകല ഗോത്രങ്ങളുടെയും പേരുകൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ തോളത്ത് 2 ഗോമേദകല്ലുകൾ വെച്ചിരിക്കുമ്പോൾ അവിടെയും വെച്ചിരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്, ജനനക്രമത്തിൽ പേരുകൾ രേഖപ്പെടുത്തുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങൾ മനസ്സിലാക്കണം, വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് വേണ്ടിയാണ് ഇന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പാപിക്ക് വേണ്ടി അല്ല ഇന്ന് മഹാപുരോഹിതൻ ദൈവസ്ഥന് നിൽക്കുന്നത്. ലോകത്തിന്റെ പാപിയെ വഹിച്ചുകൊണ്ട് യേശുവോട് നിൽപ്പില്ല. യേശു പാപിക്ക് വേണ്ടി ചെയ്യുന്നത് മുഴുവൻ യേശു ചെയ്തു കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, അവരത് വിശ്വസിച്ച് ഏറ്റെടുക്കുക മാത്രമാണ്. പാപിക്ക് വേണ്ടി യേശു ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഈ ദൈവത്തിന്റെ ദാസനിപ്രകാരം യേശുവിനെ നോക്കിയോട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ചുമന്നുകൊണ്ട് പോകുക. എന്ത്? ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് പോകുന്നു. യേശു എന്ത് ചെയ്തു? ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ടുപോയി. എന്നാൽ ഇന്ന് ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ, എൻ്റെ പാപം യേശു ചുമക്കണമെങ്കിൽ ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ട്. ഒന്നേ പറയേണ്ടതുള്ളൂ, യേശുവേ നീ എൻ്റെ പാപം ചുമന്നു. ദാറ്റ്സ് ഓൾ. ഇതിന് ഇനി യേശു എന്ത് ചെയ്യുന്നില്ല? ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ യേശു ഇന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 2 1-ാമത്തെ വാക്യം, 1-2 വാക്യം. പ്രൈസ് ഗോഡ്. നീതിമാനാകുന്ന യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ആർക്ക് വേണ്ടിയുണ്ട്? അവൻ നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ആരാ നമ്മൾ? വീണ്ടും ജനനം പ്രാപിച്ചവർ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, മഹാപുരോഹിതൻ ദൈവസന്നിധാനത്തിൽ ചുമൽക്കണ്ടങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കും. ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു. വാസ്തവത്തിൽ ഈ മഹാപുരോഹിതൻ്റെ ചുമലിലാണ് ഈ 6 ലക്ഷം പുരുഷന്മാരുള്ളത്. പുരുഷന്മാർ മാത്രമല്ല, എല്ലാം കൂടെ 10-30 ലക്ഷം ഉണ്ടെങ്കിൽ ഈ 30 ലക്ഷത്തെയും ചുമലിൽ വഹിച്ചിരിക്കുന്ന ആര്? മഹാപുരോഹിതന. പക്ഷെങ്കിൽ ദൈവം ആ ജോലി കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, കുഞ്ഞെ ഒരു കാര്യം ചെയ്യ്, വലിയൊരു കല്ലെടുത്തിട്ട് നീ ഈ ജനത്തിൻ്റെ എല്ലാവരുടെയും കൂടെ പേരെഴുതി നിന്റെ തോളത്ത് വെക്കാൻ ദൈവം കൽപ്പിച്ചില്ല. ദൈവം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ ഒരു കാര്യം ചെയ്യണം, ഈ 12 എണ്ണത്തെ നീ ഒന്ന് എന്ത് ചെയ്യണം? ഈ 12 എണ്ണത്തിൻ്റെ പേര് ചുമത്താൻ പറഞ്ഞപ്പോൾ ദൈവം അടുത്തൊരു കാര്യം മോശയോട് മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, നീ മറ്റാരെങ്കിലും തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഉടനെ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീ ഏകനായിട്ട് ഈ ജനത്തിൻ്റെ ഭാരം വഹിക്കാതിരിക്കേണ്ടതിനോ നീ ഒരു കാര്യം, ഇസ്രായേൽ പ്രമാണികളായിരിക്കുന്ന 70 പേരെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിനുശേഷം അവരുടെ എല്ലാവരുടെ മേലും ആത്മാവ് പകർന്നു. ഇതിനുശേഷം ഒരല്പം കഴിഞ്ഞപ്പോൾ അമ്മായിപ്പൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മോശേ നീ എന്തുവാ ഈ പണി ചെയ്യുന്നത്? നീനക്കിത് വലിയ ഭാരമാണ്. നീ ഒരു കാര്യം ചെയ്യുക, ജനത്തിന് 1000-ന് അധിപതി, 500-ന് അധിപതി, 100-ന് അധിപതി, 50-ന് അധിപതി, 10-ന് അധിപതിമാരെ ആക്കാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ അഹരോൻ്റെ തോളിൽ 12 കല്ലുകൾ ഇരിപ്പുണ്ട്.
ഈ ഓരോ ഗോത്രങ്ങൾക്കും എന്തോ ഉണ്ടെന്നറിയാമോ? ഇതുപോലുള്ള കല്ലുകൾ തോളത്തിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അഹരോനാണ് ഇതുങ്ങളെയെല്ലാം വഹിക്കുന്നത് എങ്കിലും ഇത് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അതോറിറ്റിക്ക് അനുസരണമായിട്ട് എന്തോ വെച്ചിട്ടുണ്ട്, തോളിൽ കല്ല് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായില്ല? ഇവിടെ എന്ത് ചെയ്തു? 10,000 അധിപതിമാർ, 1000 അധിപതിമാർ, 50 അധിപതിമാർ, ഇന്നിങ്ങനെ 10 അധിപതിമാർ വരെ ദൈവം ഇങ്ങനെ താഴോട്ട് അതിൻ്റെ അതോറിറ്റി കൊണ്ടുവരിക. നിങ്ങൾ മനസ്സിലാക്കണം, 10 അധിപതിമാർ, ഇതെൻ്റെ ചിന്തയാണ് കേട്ടോ, 10 അധിപതിമാരുടെ തോളത്ത് ഇരിക്കുന്ന 2 കല്ലുകൾ എത്ര പേരെ വരത്തുള്ളെന്നറിയാം? പുള്ളി എത്ര പേർ കണക്ക് കൊടുക്കണം? 10 പേർക്ക് അധിപതി, 10 പേർക്ക് അധിപതിയാണ് എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ കണക്ക് കൊടുക്കണം? 10 പേര്. അപ്പം ഈ പുള്ളിയുടെ തോളത്തിരിക്കുന്ന എത്രയേ ഉള്ളൂ? ഇതുപോലെ ഒരു 10 ഗ്രൂപ്പിനെ അല്ല 12 ഗ്രൂപ്പിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മേളിലൊരു അധികാരിയുണ്ട്. ഈ അധികാരികളുടെ തോളത്ത് എത്ര പേരിയ്ക്കുമെന്നറിയാം? 10 12 ഇരിക്കും. അതിൻ്റെ മുകളിലും അധികാരികളുണ്ട്. ഇവരെയും വഹിച്ചുകൊണ്ട് എത്ര പേർ, ഈ തോളത്ത് എത്ര പേരിയ്ക്കുമെന്നറിയാം? 10 12. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ തൊട്ട് 30 35 ലക്ഷമുള്ള ഒരൊറ്റ ജനം പോലും ഈ തോളത്ത് ഇല്ലാത്തവരായിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അത് ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായില്ല? ഈ തോളത്ത് വഹിച്ചുകൊണ്ട് നിൽക്കുന്ന കല്ലുകൾ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവരാണ് മറ്റുള്ളവരെ തോളത്ത് വഹിച്ചത്. അവരെ വഹിക്കുവാൻ വേറൊരാളെ ദൈവം ആക്കിയിട്ടുണ്ട്. അവരാണ് അവരെ വഹിക്കുന്നത്. അതിന് മറ്റുള്ളവരെ വഹിക്കാൻ വേറൊരാളെ ആക്കിയിട്ടുണ്ട്. അവസാനം ഹയസ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ മഹാപുരോഹിതന്റെ തോളിൽ എത്ര പേരായി? ഇതാണ് സെൽ ഗ്രൂപ്പ്. മനസ്സിലായോ? ഇതിനാണ് സെൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ മഹാപുരോഹിതൻ നിൽക്കുന്നത് ഈ വലിയ ഗ്രൂപ്പിനെ കൊണ്ടാണ്. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും പേരെ റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ഒറ്റയൊരെണ്ണം പോലും വെളിയിലല്ലെന്ന്. വെളിയിലാകാതിരിക്കാം. വെളിയിലാകാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ളതിന് പോകാതിരുന്നാൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്തായിരിക്കും സംഭവിക്കുന്നത്? നാഥനില്ലാത്തൊരു കളരി. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു സെൽ ലീഡർക്ക് അവരുടെ കയ്യിൽ വരുന്ന അത്രയും ആത്മാക്കളെക്കുറിച്ച് അവരാ കണക്ക് കൊടുക്കണം. ദൈവത്തിന് കണക്ക് കൊടുക്കണം. അവരുടെ മുകളിലൊരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡറാണ് ഈ കീഴിലുള്ള ലീഡർഷിപ്പിനെ മുഴുവൻ എന്ത് ചെയ്യുന്നത്? തോളത്ത് വഹിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ലീഡർ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ബാക്കിയുള്ള ലീഡേഴ്സിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാവുന്നു? ചുരുക്കത്തിൽ ദൈവ സന്നിധാനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും ഇതിൽ നിന്ന് കൈവിട്ട് പോകുന്നില്ല. വേറെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ആ തോളത്തിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവം ഓരോരുത്തരെ ഒരു പദവിയിലാക്കി വെച്ചിരിക്കുമ്പോൾ അവർ ദൈവത്തോട് അവർ കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ മുൻപാകെ അവർ കണക്ക് കൊടുക്കണം. ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്നിരിക്കും. ബട്ട് അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ദൈവം കൊടുത്തിട്ട് അത് ചെയ്യുമെങ്കിൽ അതിനനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്താൽ അത് ഗുണമെന്നാണെന്നറിയാം. ഇത് കംപ്ലീറ്റ് നല്ല ഒരു ഫോമിൽ ഒരു ദുഷ്ടൻ പോലും കടക്കാൻ പറ്റാതെ ഒരു കവറിങ്ങിന് ഉള്ളിൽ ആക്കപ്പെടുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നേ? മഹാപുരോഹിതനാകുന്ന അഹരോന്റെ തോളത്ത് വെച്ചിരിക്കുന്ന കല്ലുകൾ, ആ കല്ലുകൾ ദൈവത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യ്, അവർ നടക്കുന്ന രീതി വെച്ചുകൊണ്ട് അവരുടെ പൊസിഷൻ അനുസരിച്ച് പേരങ്ങ് എഴുതിയേക്കാൻ പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞത് അതല്ല. ദൈവം പറഞ്ഞ ഒരു കാര്യം, അവരുടെ ജനനക്രമത്തിൽ നീ വലിയവനായിരിക്കാം, ചെറിയവനായിരിക്കാം,
നീ മുൻപിൽ നിൽക്കുന്ന യഹൂദ ആയിരിക്കാം, അല്ലെങ്കിൽ പിൻപിൽ നിൽക്കുന്ന ദാനായിരിക്കാം. നീ ആരുമായിക്കൊള്ളട്ടെ, അതെൻ്റെ ദൈവത്തിന് മുൻപിൽ ഒരു വിഷയമല്ല. നീ ദൈവത്തിൻ്റെ പൈതലാകുന്നെങ്കിൽ, നീ വീണ്ടും ജന്മം പ്രാപിച്ചവനാകുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോണം, നമ്മെ അവൻ തോളത്ത് വഹിച്ചിരിക്കുക. യേശു ഇന്ന് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്നെയും നിങ്ങളെയും അവൻ തോളത്ത് വഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് പോകട്ടെ. എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ആത്മാക്കളെ ചുമലിൽ വഹിക്കേണ്ട ഒരു വലിയ ജോലി നമുക്കുണ്ട്. ഞാൻ മുഖാന്തരമായിട്ട് ഒരാത്മാവ് രക്ഷപ്പെട്ടുവെങ്കിൽ ഇനി ബാക്കിയുള്ള ജോലി മുഴുവൻ പാസ്റ്ററിൻ്റെതാണ്. പാസ്റ്റർ വേണേൽ വളർത്തിക്കോട്ടെ എന്ന് പറയുകയല്ല കാര്യം. പിന്നെ എന്താണെന്നറിയാം, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ചുമതലയാണ്. എന്തുവാ വേണ്ടത്? അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. അതുവരെ നമ്മുടെ ഉത്തരവാദിത്വമാണ്, അതുവരെ നമ്മുടെ ജോലിയാണ്. നമ്മൾ മറന്നു കളയരുത്. ഞാൻ മുഖാന്തരമായി രക്ഷയിലേക്ക് കടന്നു വന്നവരെ ചുമലിൽ വഹിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം എനിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവരെ ചുമലിൽ വഹിക്കേണ്ടത് നമ്മളെ വഹിക്കേണ്ടതാണ്. നമ്മളെ ചുമലിൽ വഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അവരെ ചുമലിൽ വഹിക്കുമ്പോഴാണ് ദൈവം അടുത്ത ലെവലിലേക്ക് എന്നെ ഉയർത്തുന്നത്. അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരണയാക്കി. പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ അല്പത്തിൽ വിശ്വസ്തരാകുവാൻ സാധിക്കാത്തത് കൊണ്ട് അധികത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം ആഗ്രഹിച്ചൊരു കാര്യമായത്. മഹാപുരോഹിതനെ ദൈവസന്നിധാനത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ മഹാപുരോഹിതനിൽ കൂടെ ദൈവം ആഗ്രഹിച്ചൊരു കാര്യമാണ്, അവൻ തോളത്ത് അവരെ വഹിക്കണം, തോളത്ത് അവരെ ചുമക്കണം. അത് എങ്ങനെയായിരിക്കണം? ജനനക്രമത്തിലായിരിക്കണം. ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ ഞാൻ കൂടുതലായിട്ട് വെളിപ്പെടുത്തുവാനാകും. വളരെ മനോഹരമായിരിക്കുന്നൊരു വിഷയമാണ്. ജനനക്രമത്തിൽ പേരുകൾ രേഖപ്പെടുത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ സന്നിധാനം നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതിൽ കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ യേശു തൻ്റെ ചുമലിൽ എന്ത് ചെയ്തിരിക്കുക? എന്നെ വഹിച്ചിരിക്കുക. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.